ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വർക്ക് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് മോട്ടർ അല്ല, ഈ സ്റ്റാർട്ടിംഗ് മോട്ടറിനെ കുറിച്ചാണ്. ഈ സ്റ്റാർട്ടിംഗ് മോട്ടർ വർക്കിംഗ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അത് സിമ്പിളായിട്ട്, അത് കൂടുതലായിട്ട് ആഴത്തിൽ പറഞ്ഞില്ല, സിമ്പിളായിട്ട് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ, പിന്നെ അത് എന്തൊക്കെ കംപ്ലൈൻറ്റ് വരാം, എങ്ങനെയാണ് നമുക്ക് ചെക്ക് ചെയ്യാനും കൂടി ഞാൻ കൂടുതൽ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു സ്റ്റാർട്ടിംഗ് മോട്ടറാണ് കേട്ടോ, ഇത് സ്വിഫ്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് മോട്ടറാണ്. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെ, അതായത് നമ്മളെ ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് ഒരു സ്റ്റാർട്ടിംഗ് മോട്ടറിൻ്റെ ഇത് കേട്ടോ, ഒരു സ്റ്റാർട്ടിംഗ് മോട്ടർ. അപ്പോൾ ഇതിൽ വരുന്നത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ സോളിനോട് സ്വിച്ച് എന്ന് പറയും. നമ്മൾ പണ്ടത്തെ ആൾക്കാർ വരുന്നത് ഇപ്പോൾ കുട്ടി മോട്ടർ എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഇതിനെ കുട്ടി മോട്ടർ എന്നും പറയും. പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ സോളിനോട് സ്വിച്ച്. വലിയ മോട്ടർ, വലിയ ആർമേച്ചറും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് ഇവിടെ. പിന്നെ ഇതാണ് ഇതിൻ്റെ ബെൻഡെക്സ്, പിനിയൻ ഷാഫ്റ്റ് എന്നൊക്കെ പറയും, ബെൻഡെക്സ്. ഈ ഒരു ഗിയർ ഉണ്ടല്ലോ, ഇതാണ് ഫ്ലൈ വീലിലേക്ക് കയറി പിടിക്കുന്നത്. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്ലൈ വീലിനെ കറക്കുന്ന ഒരു ഗിയറാണ് ഈ ഒരു സംഭവം. ഇതിങ്ങനെ ആയിരിക്കില്ല, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നേരെ ഇങ്ങോട്ട് കയറി വരും. ഫ്ലൈ വീല് ഇത് ഇങ്ങനെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗിയർ നേരെ ഇങ്ങോട്ട് കയറി വരും. ഇങ്ങോട്ട് കയറി വരുന്ന സമയത്താണ് ഫ്ലൈ വീലിനെ കറക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങോട്ട് കയറി വരുന്നത് എങ്ങനെ, അതിൻ്റെ മെക്കാനിസം എന്ന് വെച്ചാൽ ഈ ഒരു കുട്ടി മോട്ടർ ഉണ്ടല്ലോ, അതായത് സോളിനോട് സ്വിച്ച്, ഇതിലേക്ക് കറണ്ട് വരുമ്പോൾ ഇതിനകത്തൊരു പ്ലഞ്ചർ ഉണ്ടായിരിക്കും. അത് രണ്ട് ടൈപ്പ് ഉണ്ടായിരിക്കും, ഒന്നെങ്കിൽ ഇത് തള്ളണമായിരിക്കും, ഒന്നെങ്കിൽ വലിക്കണമായിരിക്കും. അപ്പോൾ ഇത് ഏതെങ്കിലും ഒന്നായിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ളത് വലിക്കണമായിരിക്കും. ഇതിങ്ങനെ വലിക്കുന്ന സമയത്ത് ഇങ്ങനെ വലിക്കുന്ന ഈ ഒരു പ്ലഞ്ചർ ഇങ്ങോട്ട് വലിക്കുന്ന സമയത്ത് ഇവിടുന്ന് ഒരു ഷാഫ്റ്റ് ഇതിലേക്ക് കണക്ട് ചെയ്യുന്നുണ്ടാവും. അത് നേരെ ഇങ്ങോട്ട് തള്ളുന്ന സമയത്ത് നമ്മൾ ഈ ഗിയറിനെ ഇത് ഇങ്ങോട്ടും തള്ളും. ആ സമയത്ത് അത് ഫ്ലൈ വീലിലേക്ക് കയറി പിടിക്കും, അങ്ങനെ കറങ്ങും. നമ്മൾ ഇതെങ്ങനെ കറങ്ങണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, ഇത് ഡയറക്റ്റ് പ്ലസ് ആയിരിക്കും. അതായത് ബാറ്ററിയിൽ നിന്നില്ല, ഡയറക്റ്റ് പ്ലസ് ആയിരിക്കും. ഇത് ഫുൾ ടൈം കറണ്ട് വന്നുകൊണ്ടിരിക്കും. ഈ ഒരു കറണ്ടിനെ ഇങ്ങോട്ട് ചാടിക്കണം. ഇങ്ങോട്ട് ചാടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ ആർമേച്ചർ കറങ്ങുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് ചാടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ആർമേച്ചർ കറങ്ങും കേട്ടോ. ഇതിലേക്ക് നേരിട്ട് ഡയറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കറങ്ങും. പക്ഷേ ഈ ഒരു ഗിയർ ഉണ്ടല്ലോ, ഇതിവിടെ കടന്ന് കറങ്ങുള്ളൂ. ഇത് ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് തള്ളില്ല. ഈ തള്ളാനല്ലത് ഇതിലേക്ക് കറണ്ട് കിട്ടണം. അപ്പോൾ ഡയറക്റ്റ് ഇതിലേക്ക് കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ വലിയ മോട്ടർ കറങ്ങും. അതായത് ആ ഒരു പിനിയം അവിടെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, ഫ്രണ്ടിലേക്ക് തള്ളില്ല. അപ്പോൾ ഇതിനകത്ത് കറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കീ തിരിക്കുമ്പോൾ ഇതിലേക്ക് ഒരു പ്ലസ് വരും. ഈ പ്ലസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ കറണ്ട് വരും, ഇതിൽ കറണ്ട് ആവും, ഇതിലൊരു മാഗ്നറ്റ് ആവുന്ന സമയത്ത് പ്ലഞ്ചർ വർക്ക് ചെയ്യും. അതൊന്നെങ്കിൽ അങ്ങോട്ടോ അല്ലെങ്കിൽ ഇങ്ങോട്ടോ വർക്ക് ചെയ്യും. ആ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്രണ്ടിലോട്ട് തള്ളും ചെയ്യും. ആ വർക്ക് ചെയ്യുന്ന സമയത്ത്, ആ പ്ലഞ്ചർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്നുള്ള കണക്ഷൻ നേരെ ഇതിലേക്ക് ചാടിക്കും. അപ്പോൾ ചാടിക്കുമ്പോൾ പ്ലഞ്ചറും വർക്കാവും, ഈ മോട്ടറും വർക്കാവും. അപ്പോൾ ഇതിലേക്കുള്ള കറണ്ട് ഇതിലേക്ക് വന്ന് ഈ മോട്ടറും വർക്കാവും. അപ്പോൾ മോട്ടർ കറങ്ങും ചെയ്യും. ഈ ഒരു സംഭവം ഫ്രണ്ടിലേക്ക് കയറി ഫ്ലൈ വീലിലേക്ക് കറങ്ങും ചെയ്യും. അതാണ് സംഭവിക്കുക. നമ്മൾ കീ ഓണാക്കുന്ന സമയത്ത്, കീ തിരിക്കുന്ന സമയത്ത്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേക്കുള്ള കറണ്ട് വരും. അവിടെയാണ് പ്ലസ് വരും. ഇനി ഇതിലുള്ള കംപ്ലൈൻറ്റ് എന്തൊക്കെ വരുന്നത് വെച്ചാൽ, മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് വരുന്നത് രണ്ട് കംപ്ലൈൻ്റാണ്. ഒന്ന്, ഇതിൻ്റെ ബ്രഷ് തേയ്മാനം വരും. ബ്രഷ് തേയ്മാനം വന്നു കഴിഞ്ഞാൽ വർക്കാവില്ല, സ്റ്റാർട്ടിംഗ് മോട്ടർ വർക്കാവില്ല. പിന്നെ ഉള്ളത് ഈ ബെൻഡെക്സ് പിടിക്കില്ല. അതായത് ഇത് ഫ്രീ ആയിട്ട് കറങ്ങും. സ്റ്റാർട്ടിംഗ് മോട്ടറിന് ഇത് ഒരു ഭാഗത്തേക്ക് ഫ്രീ ആയി, ഒരു ഭാഗത്തേക്ക് പിടുത്തുണ്ടായിരിക്കും. ആ പിടുത്തം ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൈ വീലിനെ കറക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അപ്പുറത്തെ ഒരു ക്ലച്ച് ടൈപ്പാണ്. ആ പിടുത്തം പോയി കഴിഞ്ഞാൽ പിന്നെ ബെൻഡെക്സ് വെറുതെ ഇങ്ങനെ കറങ്ങുള്ളൂ, ഫ്ലൈ വീലിനെ കറക്കില്ല. ഇതാണ് വരുന്ന മെയിൻ രണ്ട് കംപ്ലൈൻറ്റ്. പിന്നെ ഉള്ളത് സോളിനോട് സ്വിച്ച് കംപ്ലൈൻറ്റ് ആവാറാണ്. സോളിനോട് സ്വിച്ച് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഇത് വർക്കാവില്ല കേട്ടോ. ഏറ്റവും കൂടുതൽ കംപ്ലൈൻറ്റ് വരുന്നത് ബ്രഷ് പോവാറാണ്. ബ്രഷ് പോവും. അതിന് പിന്നെ അടുത്ത് വരുന്നതാണ് ഈ ഒരു ബെൻഡെക്സ് പോണത്. പിന്നെ സോളിനോട് സ്വിച്ച്, അത് അങ്ങനെ കൂടുതൽ പെട്ടെന്ന് പോകാറൊന്നുമില്ല, അതും കംപ്ലൈൻറ്റ് വരാറുണ്ട്. ഇനി നമ്മളെ ഫ്യൂസും കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ ഇതിൽ കറണ്ട് ഉണ്ടാവും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് കറണ്ട് വരുന്നില്ല. അപ്പോൾ പെട്ടെന്ന് ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ, എവിടെയൊക്കെ വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇത് നേരെ ഈ വയർ എടുത്തിട്ടുണ്ടല്ലോ, ഇവിടുന്ന് ഒരു വയർ എടുത്തിട്ട് നേരെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് അടി കടന്നൊക്കെ കണക്ട് ചെയ്യണം കേട്ടോ. ഒരു ചെറിയ വയർ എടുത്തിട്ട്, ഒരു കുറച്ച് ഗേജിലെ വയർ എടുത്തിട്ട് ഇതിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വർക്കായിക്കോളും. ഫ്യൂസോ എന്തെങ്കിലും കാര്യങ്ങൾ പോയി കഴിഞ്ഞാൽ, റിലേ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യേണ്ടത്. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്തായി, അങ്ങനെ ഷോർട്ട് ചെയ്തായി. അതല്ല, ഇനിയിപ്പോൾ ഇതിലേക്ക് കറണ്ട് വരുന്നുണ്ട്, അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, പെട്ടെന്ന് എവിടെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വീൽ സ്പാൻഡ് എന്തെങ്കിലും എടുത്തിട്ട് ജസ്റ്റ് ഇതുമ്പോൾ ഒന്ന് തട്ടി കൊടുക്കും. ഇതുമ്പോൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കാർബൺ ബ്രഷ് ഫുള്ളായിട്ട് തീരാ, ചെറിയൊരു ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ബ്രഷ് ഒന്ന് കയറി പിടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ വണ്ടി സ്റ്റാർട്ടാവും.
ചിലത് തട്ടിക്കുത്തുമ്പോൾ സ്റ്റാർട്ട് ആവാറുണ്ട്. തട്ടി കൊടുക്കുന്ന സമയത്ത് സംഭവിക്കുകയാണ് ആ കാർബൺ ബ്രഷ് ഒന്ന് ഉള്ളിലേക്ക് പിടിക്കും, ആ സമയത്ത് സ്റ്റാർട്ടാവും. നല്ലപോലെ തേയ്മാനം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ തട്ടി കൊടുത്തിട്ടും കാര്യമില്ല കേട്ടോ, അഴിച്ചു പണി തന്നെ വേണം. അപ്പോൾ ഏകദേശം ഒരു വർക്കിങ്ങിൻ്റെ ഇത് കിട്ടിയല്ലോ. നിങ്ങൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാനത് ഫുള്ളായിട്ട് അഴിച്ച് കാണിച്ചു തരാം. ഇതിനുള്ളത് പാർട്സും കാര്യങ്ങളും പിന്നെ അതെങ്ങനെ അഴിക്കുക എന്നുള്ളതും കൂടി ഞാൻ ആ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് മോഡിൻ്റെ ഏകദേശം ഒരു വർക്കിംഗ് മനസ്സിലായി വിചാരിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് കംപ്ലൈൻറ്റ് വരാറ്, പിന്നെ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്, എങ്ങനെ ഷോട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് കേട്ടോ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റു വീഡിയോയിൽ വീണ്ടും കാണാം.